ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ, പ്രത്യേകിച്ച് സാംസങ് സ്മാർട്ട് ഫോൺസുകളുടെ യൂസർ ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്കൊരു നല്ലൊരു വാർത്തയാണ്. എന്ന് വെച്ചാൽ സാംസങ് ഇപ്പോൾ അവരുടെ എന്താ പറയുക, നിങ്ങൾ പ്രത്യേകിച്ച് അവരുടെ സാംസങ്ങിൻ്റെ ഓൾഡ് ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ മെയിൻ ഫോൺ ഇപ്പോൾ ഞാൻ പ്രൈമറി ഫോണിൻ്റെ സാംസങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മുമ്പ് ഉപയോഗിക്കുന്നത് ഐഫോൺ ആയിരുന്നു. ഇപ്പോൾ ഞാൻ സെക്കൻഡറി ആക്കി. എൻ്റെ കയ്യിൽ ഇതിന് ഇവരുടെ പഴയ ഫോണും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതൊരു M സീരീസ് ഫോണാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഫോണുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവരുടെ എന്താ പറയുക, നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫോൺ എങ്ങനെയാണ് ഒന്നെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് പഴയ ഫോണുകൾക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ മെയിൻ എല്ലാവരും ഉപയോഗിക്കുന്ന പരിപാടിയാണ് എക്സ്ചേഞ്ച്. ഇനി ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ക്യാഷിഫൈ പോലത്തെ വെബ്സൈറ്റുകളൊക്കെ എന്താ പറയുക, ഫോണുകൾ ഇപ്പോൾ നമ്മുടെ പഴയ ഫോണുകൾക്ക് അത് സെലക്റ്റഡ് ആയിട്ടുള്ള ഫോണുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. സെലക്റ്റഡ് ഫോണുകളൊക്കെ അവർ നമ്മുടെ ക്യാഷിഫൈ ത്രൂ ടൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് തിരിച്ച്. ഫ്ലിപ്കാർട്ടും അവരുടെ സൈഡിലും അതും ക്യാഷിഫൈ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ക്യാഷിഫൈ എന്ന് മാത്രം എടുത്ത് പറഞ്ഞത്. അതേ സംഭവം തന്നെ ഇപ്പോൾ ആക്ച്വലി സാംസങ്ങും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈസി കോമ്പൻസേഷൻ പ്രോഗ്രാം എന്നൊരു സംഭവമാണ് ഇപ്പോൾ അവർ തുടങ്ങിയിരിക്കുന്നത്. ജനുവരി ഒരു പകുതി തൊട്ട് 22 തൊട്ടോ സംതിങ് ആണ് ഇപ്പോൾ ആക്ച്വലി അവർ തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യയിൽ തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് അവർ ഇത് തുടങ്ങാൻ പോകുന്നത് സൗത്ത് കൊറിയയിലാണ്. നിങ്ങൾക്കറിയാം സാംസങ് സൗത്ത് കൊറിയ കമ്പനിയാണ്. അതങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു കുറച്ച് മാസങ്ങൾക്കുള്ള തന്നെ ഇന്ത്യയിലും വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സാധനം തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് അതും അവർ പറഞ്ഞിട്ടുണ്ട്, നോർമലി ബാക്കി എല്ലാ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഓഫ്ലൈൻ ത്രൂ കിട്ടുന്നതിനെക്കാട്ടും നല്ല റീസെൽ വാല്യൂ കിട്ടുന്നതാണ് അവർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി സാംസങ്ങിന്റെ വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് കേട്ടോ. സെപ്പറേറ്റ് അവർ ഇതിനൊരു ഒരു എന്താ പറയുക ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേര് പറഞ്ഞിരിക്കുന്നത് ഗാലക്സി ഈസി കോമ്പൻസേഷൻ പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. ഇതിനിപ്പോൾ ആക്ച്വലി അവർ കുറച്ച് ഫോണുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് പോപ്പുലർ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് S23 സീരീസ്, S22 സീരീസ്, S21 സീരീസ്, S20 സീരീസ്, ഗാലക്സി Z Fold 5, Z Fold 4, Z Fold 3, Z Fold ഫ്ലിപ്പ് 5, ഫ്ലിപ്പ് 4, ഫ്ലിപ്പ് 3. ഈ കുറച്ച് മോഡൽസാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ എന്തായാലും ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോഴേക്കും എനിക്ക് തോന്നാം മെയിനായിട്ട് നമ്മുടെ ബഡ്ജറ്റ് സീരീസും അതുപോലെ തന്നെ I സീരീസും ഒക്കെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. ആക്ച്വലി ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നത് ഇത് ആക്ച്വലി നോർമൽ നിങ്ങളിപ്പോൾ ക്യാഷിഫൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം നമുക്ക് 3 കാറ്റഗറി ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്യും. അതായത് എക്സലൻറ്റ്, ഗുഡ്, പിന്നെ ഒരെണ്ണം വരുന്നത് റീസൈക്കിളാണ്. അതിന് ഭയങ്കര ചെറിയ എമൗണ്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല കണ്ടീഷനിലാണ് എക്സലൻറ്റ് കണ്ടീഷനിൽ പോവും. ഗുഡ് ആണെങ്കിൽ ഗുഡ് കണ്ടീഷനിൽ പോകും. അതിനനുസരിച്ചാണ് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇത് അവർ നമ്മുടെ ഈ പഴയ എന്താ പറയുക, നിങ്ങൾക്ക് അറിയുമ്പോൾ ഇതൊരു ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ അത് അതിനെ റീസൈക്ലിംഗ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആക്ച്വലി ഒരു എന്താ പറയുക ഈ പ്രോഗ്രാം അതിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ റീസെൽ വാല്യൂ കൂട്ടാനെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് നോർമലി കിട്ടുന്നതിനായിട്ടും കുറച്ചും കൂടി കൂടുതൽ റീസെൽ വാല്യൂ തരാൻ ആക്ച്വലി ഒഫീഷ്യൽ സാംസങ്ങിൻ്റെ സൈറ്റിൽ തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഇപ്പോൾ മുമ്പത്തെ എൻ്റെ S23 ഇല്ലത്. ഞാൻ എൻ്റെ നോർമൽ S23 ഇതല്ല പറയുന്നത്, S23 അൾട്രാ സീരീസ് അല്ല പറയുന്നത്, S23 നോർമൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇപ്പോഴും ഇട്ടാ. നോർമൽ S23 ഞാൻ ആക്ച്വലി എൻ്റെ പഴയ ഒരു OnePlus ഫോൺ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് ത്രൂ എക്സ്ചേഞ്ച് എടുത്തത്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിനെക്കാട്ടൊക്കെ നല്ല ഡിഫറൻസ് കൂടുതൽ ആക്ച്വലി ഒരു തരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് ഞാൻ പിന്നെ ഉപയോഗിക്കാറില്ല, ഞാൻ ഓൾറെഡി പറയാറുണ്ട്. ഉടായ്പ സാധനമായിട്ട് ഞാൻ നിർത്തി സംഭവം. അമ്മമാരെ പ്രൊമോട്ട് ചെയ്യുന്നത് നിർത്തി, അവന്മാർ യൂസ് ചെയ്യുന്നത് നിർത്തി. അപ്പോൾ എന്തായാലും എനിക്കിത് നല്ലൊരു മൂവായിട്ട് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ റീസെൻ്റ്ലി സർവേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലാഗ്ഷിപ്പ്സ് എല്ലാം ഉണ്ട് സാംസങ്ങിൻ്റെയാണ്. ആപ്പിളിലൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. മാർക്കറ്റ് ഇപ്പോൾ 28% ഇടിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലാഗ്ഷിപ്പ്സ് അല്ലെങ്കിൽ 48% സാംസങ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും സാംസങ്ങിൻ്റെ S സീരീസ് ഫോണുകൾക്ക് ഭയങ്കരമായിട്ട് ചിലവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ S23, S24, അതുപോലെ തന്നെ അവരുടെ Z സീരീസ് ആയിട്ടുള്ള ഫോൾഡ്, ഫ്ലിപ്പ്. അപ്പോൾ ആപ്പിൾ ഇതുവരെ വരെ ഫോൾഡ് സീരീസ് പോലും ഇറങ്ങിയിട്ടില്ല. അവന്മാർ ചുമ്മാ പണ്ടത്തെ അവരുടെ ബ്രാൻഡ് വാല്യൂ വെച്ച് തന്നെ ഉള്ള സാധനം തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അത് വേറെ കാര്യം. വലിയ ചേഞ്ചസും സംഭവമൊന്നുമില്ല, പുതിയ ഇന്നോവേഷൻ ഒന്നും സാധനം വരുന്നില്ല കമ്പയർ ടു സാംസങ്. നമ്മുടെ ചൈനീസ് ബ്രാൻഡായിട്ട് അത്രയൊന്നും ഇല്ല, എന്നാലും കമ്പയർ ടു ആപ്പിൾ ഭയങ്കരമായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഒരു നല്ല മൂവ് തന്നെയാണ്. ജനുവരി 14 തൊട്ടാണ് ആക്ച്വലി നമ്മുടെ സൗത്ത് കൊറിയയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 14 എന്ന് പറയുമ്പോൾ ഇന്നല്ലേ, ഇന്നോട്ട്. അപ്പോൾ വഴിയെ കുറച്ച് മാസങ്ങൾക്കുള്ള തന്നെ ബാക്കി എല്ലാ റീജിയൻസിലേക്ക് ഇത് വരുന്നവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഫീഷ്യൽ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ സംഭവത്തൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ന്യൂസ് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ സാംസങ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് ക്യാഷ് ആയിട്ടും വേണമെങ്കിൽ എന്താ പറയുക ട്രേഡ് ചെയ്യാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. ചിലപ്പോൾ ചിലർ നല്ല ഹൈ വാല്യൂ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അവർ ഓൾറെഡി വേറെ ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമില്ല, എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല.
ക്യാഷ് ആയിട്ട് തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ OLX സംഭവത്തിനൊന്നും പിടിച്ചോണ്ടിരിക്കുന്ന ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ OLXൽ ഇപ്പം നിറച്ച് ഉടായ്പകൾ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇതൊരു നല്ലൊരു മൂവ് തന്നെയാണ്. എന്താ ക്യാഷിഫൈ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഏരിയാസിലും ഒരു സർവീസും ഇല്ല, ഡയറക്റ്റ് പിക്കപ്പ് സർവീസും സംഭവമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മൂവ് തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് കമ്പനി ത്രൂ തന്നെ വരികയാണെങ്കിൽ കുറച്ചുകൂടി റീസെൽ വാല്യൂം കിട്ടും, കുറച്ചുകൂടി ട്രസ്റ്റഡും ആണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വന്ന്. അപ്പം നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കൂടെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, നമ്മളെല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മളെല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നതാണ്, അത് മറക്കണ്ട. ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.